സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിലേക്ക് യോഗ്യത നേടുന്ന ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള കരീബിയൻ ദ്വീപ് രാഷ്ട്രം ഏതാണ്? ക്യൂറസാവോയാണ്. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിലേക്ക് യോഗ്യത നേടിയ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള കരീബിയൻ ദ്വീപ് രാഷ്ട്രം ക്യൂറസാവോ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി ആരംഭിച്ചത് ശാസ്താംകോട്ടയാണ്, കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷര നഗരസഭ ശ്രീകണ്ഠപുരമാണ്, കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരം. 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത കവി. 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ആര്? KG ശങ്കരപ്പിള്ളയാണ്. KGS എന്നറിയപ്പെടുന്ന KG ശങ്കരപ്പിള്ള. 2025 കേരള ശ്രീ പുരസ്കാരം കായിക മേഖലയിലെ സംഭാവനയ്ക്ക് ലഭിച്ചത് ആർക്കാണ്? 2025 കേരള ശ്രീ പുരസ്കാരം കായിക മേഖലയിലെ സംഭാവനയ്ക്ക് ലഭിച്ചത് അഭിലാഷ് ടോമിക്കാണ്. അഭിലാഷ് ടോമി. 67ാമത് മക്സസെ പുരസ്കാരം നേടിയ ഇന്ത്യൻ സന്നദ്ധ സംഘടന. 67ാമത് മക്സസെ പുരസ്കാരം നേടിയ ഇന്ത്യൻ സന്നദ്ധ സംഘടനയാണ് എഡ്യൂക്കേറ്റ് ഗേൾസ്. മക്സസെ പുരസ്കാരം. കേരളത്തിലെ യുവാക്കളിൽ നൈപുണ്യ പരിശീലനങ്ങളിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി ഏത്? പദ്ധതിയുടെ പേര് കണക്ട് ടു വർക്ക് എന്നാണ്. കേരളത്തിലെ യുവാക്കളിൽ നൈപുണ്യ പരിശീലനങ്ങളിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം എത്ര രൂപയാണ്? 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് കണക്ട് ടു വർക്ക്. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമും UNEP അതുപോലെ പ്ലാനറ്റ് എയും സംയുക്തമായിട്ട് ഏർപ്പെടുത്തിയ 2025 യങ് ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ജിനാലി മോദിയാണ്. യങ് ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരിയാണ് ജിനാലി മോദി. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹയായ ആഫ്രിക്കൻ മനുഷ്യാവകാശ പ്രവർത്തക ആര്? 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹയായ ആഫ്രിക്കൻ മനുഷ്യാവകാശ പ്രവർത്തകയാണ് ഗ്രാസ മാഷേൽ. ബാഡ്മിന്റൺ സിംഗിൾസിൽ 500 വിജയങ്ങൾ തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം. ബാഡ്മിന്റൺ സിംഗിൾസിൽ 500 വിജയങ്ങൾ തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് PV സിന്ധു. കേരളത്തിന്റെ സംസ്ഥാന സൂക്ഷ്മജീവിയായിട്ട് പ്രഖ്യാപിച്ചത് ബാസിലസ് സബ്റ്റിലിസ് എന്ന ബാക്ടീരിയയാണ്. ബാസിലസ് സബ്റ്റിലിസ്. ഇന്ത്യയിൽ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ നടപ്പിലാക്കുന്ന ആദ്യത്തെ സർവീസ് കമ്മീഷൻ. ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ നടപ്പിലാക്കുന്ന ആദ്യ സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇന്ത്യയിൽ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ നടപ്പിലാക്കുന്ന ആദ്യത്തെ സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇന്ത്യയുടെ ചരിത്രപരമായ ചന്ദ്രയാൻ 3 ദൗത്യത്തെയും ISRO ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനത്തെയും കുറിച്ച് പുറത്തിറങ്ങിയ വെബ് സീരീസ് ഏതാണ്? ഇന്ത്യയുടെ ചരിത്രപരമായ ചന്ദ്രയാൻ 3 ദൗത്യത്തെയും അതുപോലെ ISRO ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനത്തെയും കുറിച്ച് പുറത്തിറങ്ങിയ വെബ് സീരീസ് ആണ് സ്പേസ് ജെൻ ചന്ദ്രയാൻ എന്നത്. സീരീസിന്റെ പേര് സ്പേസ് ജെൻ ചന്ദ്രയാൻ. ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന സെൽ ട്രെയിൻ ഏത്? ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ട്രെയിൻ ഏതാണ്? നമോ ഗ്രീൻ റെയിലാണ്. നമോ ഗ്രീൻ റെയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസുരഹിത ജില്ലാ ജുഡീഷ്യൽ കോടതി ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസുരഹിത ജില്ലാ ജുഡീഷ്യൽ കോടതി കൽപ്പറ്റ ജില്ലാ കോടതിയാണ്. വയനാട് കൽപ്പറ്റ ജില്ലാ കോടതി. കേരള നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ. നിലവിലെ കേരള ഗവർണർ ആര്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 16ാമത് കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കറായിട്ട് നിയമിതനായത് ആരാണ്? G. സുധാകരൻ. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി ആര്?
KA തുളസിയാണ്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി. ഫിഷറീസ് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആര്? ഫിഷറീസ് മന്ത്രി അതുപോലെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി VE അബ്ദുൽ ഗഫൂർ. VE അബ്ദുൽ ഗഫൂർ. കായികം യുവജനകാര്യം എന്നീ വകുപ്പുകൾ ആർക്കാണ്? OJ ജനീഷ്. OJ ജനീഷ്. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ആര്? ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് ആണ്. അനൂപ് ജേക്കബ്. ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് CP ജോൺ. CP ജോൺ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആര്? പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ ആണ്. PK ബഷീർ. ജലവിഭവ വകുപ്പും ഭവന നിർമ്മാണ വകുപ്പും കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ജലവിഭവ വകുപ്പും ഭവന നിർമ്മാണ വകുപ്പും കൈകാര്യം ചെയ്യുന്നത് മോൻസ് ജോസഫ് ആണ്. മോൻസ് ജോസഫ്. വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി ആരാണ്? വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ ആണ്. ഷിബു ബേബി ജോൺ. വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ്? വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. സഹകരണം എക്സൈസ് എന്നീ വകുപ്പുകളുടെ ചുമതല ആർക്കാണ്? സഹകരണം എക്സൈസ് M ലിജു ആണ്. M ലിജു. കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആര്? കൃഷി വകുപ്പ് T സിദ്ദിഖ് ആണ്. T സിദ്ദിഖ്. വനിതാ ശിശുവികസന ക്ഷീരവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയാണ്. ബിന്ദു കൃഷ്ണ. റവന്യൂ വകുപ്പ് മന്ത്രി ആര്? റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽ കുമാർ. ടൂറിസം സാംസ്കാരിക വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രി PC വിഷ്ണുനാഥ്. നിലവിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് റോജി M ജോൺ. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ. വ്യവസായം വിവര സാങ്കേതിക വിദ്യ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. നിലവിലെ കേരള ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി ആര്? K മുരളീധരൻ. നിലവിലെ ആരോഗ്യമന്ത്രി അതുപോലെ ദേവസ്വം വകുപ്പ് മന്ത്രി K മുരളീധരൻ. കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നിലവിലെ കേരള മുഖ്യമന്ത്രി VD സതീശൻ. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ജനപങ്കാളിത്തത്തോടെ ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ വൈബ് ഫോർ വെൽനസ്. വൈബ് ഫോർ വെൽനസ്. പൊതുമേഖലയിലെ ഇന്റർനെറ്റ് സേവന ദാതാക്കളായ K ഫോണിന്റെ ഔദ്യോഗിക ചിഹ്നമാണ് ഫിബോ എന്ന കടുവ. ഫിബോ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ കർഷക ആത്മഹത്യ കൂടുതലുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര. സംസ്ഥാനത്തെ വനം വന്യജീവി ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ വനരക്ഷ. ഓപ്പറേഷൻ വനരക്ഷ. ഇന്ത്യയുടെ അറ്റോർണി ജനറലായിട്ട് വീണ്ടും നിയമിതനായത് ആരാണ്? R വെങ്കടരമണിയാണ്. R വെങ്കടരമണി. കേന്ദ്ര സർക്കാരിൻ്റെ വികസിത് ഭാരത് ബിൽഡത്തോണിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ശുഭാംശു ശുക്ല. ശുഭാംശു ശുക്ല. സൗരയൂഥത്തിന്റെ അതിർത്തിയായ ഹീലിയോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ദൗത്യം ഇന്റർസ്റ്റെല്ലാർ മാപ്പിംഗ് ആൻഡ് ആക്സലറേഷൻ പ്രോബ് IMAP. സൗരയൂഥത്തിന്റെ അതിർത്തിയായ ഹീലിയോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ദൗത്യമാണ് IMAP, ഇന്റർസ്റ്റെല്ലാർ മാപ്പിംഗ് ആൻഡ് ആക്സലറേഷൻ പ്രോബ്. 2025 വനിതാ കോപ്പ ഫുട്ബോൾ കിരീടം നേടിയത് ബ്രസീലാണ്. ബ്രസീൽ. അനിമേഷൻ രംഗത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന ആൻസി ക്രിസ്റ്റൽ ഫെസ്റ്റിവലിന്റെ ജൂറി അവാർഡ് നേടിയ മലയാളി സുരേഷ് ഏറിയാട്ട്. ദേസിയൂൺ എന്ന ആനിമേഷൻ ചിത്രത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ആനിമേഷൻ രംഗത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന ആൻസി ക്രിസ്റ്റൽ ഫെസ്റ്റിവലിന്റെ ജൂറി അവാർഡ് നേടിയ മലയാളിയാണ് സുരേഷ് ഏറിയാട്ട്. നാസയും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISROയും തമ്മിലുള്ള ഒരു സംയുക്ത ഭൂമി നിരീക്ഷണ ഉപഗ്രഹ ദൗത്യമാണ് നിസാർ. നാസ ISRO സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ. കേരളത്തിന്റെ ഔദ്യോഗിക ഉരഗമായിട്ട് തിരഞ്ഞെടുക്കാൻ ഒരുങ്ങുന്നത് ചേരയാണ്. ഇന്ത്യൻ റാറ്റ് സ്നേക്ക്.
കേരളത്തിൽ കാർബൺ ന്യൂട്രാലിറ്റി പദവി ലഭിക്കുന്ന ആദ്യ വീട്. കേരളത്തിൽ കാർബൺ ന്യൂട്രാലിറ്റി പദവി ലഭിക്കുന്ന ആദ്യ വീട് മേടയാണ്. കോഴിക്കോട് ജില്ലയിലെ മേട. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതി. പ്രധാനമന്ത്രി വീക്ഷിത് ഭാരത് റോസ്ഗാർ യോജന. പ്രധാനമന്ത്രി വീക്ഷിത് ഭാരത് റോസ്ഗാർ യോജന. ഭാരത സർക്കാരിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത കൃത്രിമ ബുദ്ധി അധിഷ്ഠിത ഭാഷാ വിവർത്തന പ്ലാറ്റ്ഫോം. ഭാഷിണി. ഭാരത സർക്കാരിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത കൃത്രിമ ബുദ്ധി അധിഷ്ഠിത ഭാഷാ വിവർത്തന പ്ലാറ്റ്ഫോമാണ് ഭാഷിണി. അടുത്തിടെ നിർത്തലാക്കിയ രാജ്യത്തെ ഏറ്റവും വിലയേറിയ സാഹിത്യ പുരസ്കാരം JCB സാഹിത്യ പുരസ്കാരമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓഫ് ഗ്രിഡ് 5 മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പ്ലാന്റ് കമ്മീഷൻ ചെയ്തത് ഗുജറാത്തിലെ കച്ചിലാണ്. ഓഫ് ഗ്രിഡ് 5 മെഗാവാട്ട് ഗ്രീൻ ഹൈഡ്രജൻ പൈലറ്റ് പ്ലാന്റ്. വനിതാ ക്രിക്കറ്റിൽ എല്ലാ ഫോർമാറ്റുകളിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരം സ്മൃതി മന്ദാനയാണ്. സ്മൃതി മന്ദാന. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിച്ച കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത നെൽവിത്തിനങ്ങൾ ജ്യോതി ഉമ. വിത്തിനങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേര് ജ്യോതി ഉമ എന്നിവയാണ്. പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുള്ള വോട്ടിംഗ് സംവിധാനം വിജയകരമായി നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ. ഹരിതഗൃഹവാതകങ്ങളും ആഗോള ജലചക്രവും നിരീക്ഷിക്കുന്നതിനായി ഗോസാറ്റ് GW ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒബ്സർവിംഗ് സാറ്റലൈറ്റ് ഗ്ലോബൽ വാട്ടർ സൈക്കിൾ എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ജപ്പാനാണ്. ജപ്പാൻ. ഗോസാറ്റ് GW ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒബ്സർവിംഗ് സാറ്റലൈറ്റ് ഗ്ലോബൽ വാട്ടർ സൈക്കിൾ. വെള്ളപ്പൊക്കം സംബന്ധിച്ച് മുന്നറിയിപ്പ് 2 ദിവസം മുമ്പ് നൽകാൻ സാധിക്കുന്ന വെബ് അടിസ്ഥാനമാക്കിയ പ്ലാറ്റ്ഫോം ഏതാണ്? സീ ഫ്ലഡ് ആണ്. സീ ഫ്ലഡ്. RBIയുടെ 90 വർഷത്തെ യാത്രയും പ്രവർത്തനങ്ങളും സാധാരണക്കാരിൽ എത്തിക്കുന്നതിനായി പുറത്തിറക്കിയ വെബ് സീരീസ് RBI അൺലോക്ഡ് ബിയോണ്ട് ദി റുപ്പി. RBI അൺലോക്ഡ് ബിയോണ്ട് ദി റുപ്പി. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല സ്ഥാപിക്കപ്പെടുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ ആനന്ദിലാണ്. ഗുജറാത്തിലെ ആനന്ദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സർവകലാശാല, ദേശീയ സഹകരണ സർവകലാശാല, നാഷണൽ കോഓപ്പറേറ്റീവ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെടുന്നത് ഗുജറാത്തിലെ ആനന്ദ്. 2025 ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് എക്സലൻസ് അവാർഡ് നേടിയ കേരളത്തിലെ ജില്ല. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് എക്സലൻസ് അവാർഡ് കാസർഗോഡാണ്. കാസർഗോഡ്. മുംബൈയിലെ കാർനാഗ് പാലം ഏതു പേരിലാണ് പുനർനാമകരണം ചെയ്തത്? മുംബൈയിലെ കാർനാഗ് പാലം നാമകരണം ചെയ്തിരിക്കുന്നത് സിന്ദൂർ പാലം എന്നാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഓർമ്മയ്ക്കായിട്ട്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഓർമ്മയ്ക്കായിട്ട് പുനർനാമകരണം ചെയ്ത സിന്ദൂർ പാലം എവിടെയാണ്? മുംബൈയിലാണ്. മുംബൈയിലെ കാർനാഗ് പാലമാണ് പുനർനാമകരണം ചെയ്തത്. ഉൽക്കാവർഷം പ്രവചിക്കുവാനുള്ള ആധുനിക സിദ്ധാന്തം രൂപപ്പെടുത്തിയ മലയാളി ജ്യോതിശാസ്ത്രജ്ഞൻ അശ്വിൻ ശേഖർ. നീതി ആയോഗിന്റെ 2025 ജൂലൈയിൽ പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ ആരോഗ്യ സൂചിക പ്രകാരം നല്ല ആരോഗ്യവും ക്ഷേമവും എന്ന സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം 4ാം സ്ഥാനമാണ്. ഹെൽത്ത് ഇൻഡെക്സ് 2023-24 2025 ജൂലൈയിലാണ് പ്രസിദ്ധീകരിച്ചത്. അപ്പം നല്ല ആരോഗ്യവും ക്ഷേമവും എന്ന സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിലെ കേരളത്തിന്റെ സ്ഥാനം 4. 2025 ജൂലൈയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത കേരളത്തിൽ നിന്നുമുള്ള വ്യക്തി ആര്? സി സദാനന്ദൻ മാസ്റ്റർ. സി സദാനന്ദൻ മാസ്റ്റർ. ബ്രഹ്മോസ് മിസൈലിനേക്കാൾ 3 മടങ്ങ് വേഗതയുള്ള DRDO വികസിപ്പിച്ച ഹൈപ്പർസോണിക് മിസൈൽ എക്സ്റ്റൻഡഡ് ട്രജക്ടറി ലോങ് ഡ്യൂറേഷൻ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വികസിപ്പിച്ച പദ്ധതിയുടെ പേര്? ETLDH-CM വികസിപ്പിച്ച പദ്ധതിയുടെ പേര് പ്രോജക്റ്റ് വിഷ്ണു. പ്രോജക്റ്റ് വിഷ്ണു. ബ്രഹ്മോസ് മിസൈലിനേക്കാൾ 3 മടങ്ങ് വേഗതയുള്ള
DRDO വികസിപ്പിച്ച ഹൈപ്പർസോണിക് മിസൈൽ, എക്സ്റ്റൻഡഡ് ട്രജക്ടറി ലോങ് ഡ്യൂറേഷൻ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വികസിപ്പിച്ചത് ഏത് പദ്ധതി പ്രകാരമാണ്? പ്രോജക്റ്റ് വിഷ്ണു. കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വിപണിയിൽ എത്തിക്കുന്നതിനുള്ള ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ പോക്കറ്റ് മാർട്ട് ദ കുടുംബശ്രീ സ്റ്റോർ. പോക്കറ്റ് മാർട്ട് ദ കുടുംബശ്രീ സ്റ്റോർ. കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ സ്വച്ഛ് സർവേഷൻ പുരസ്കാരങ്ങളിൽ പ്രത്യേക അംഗീകാരം ലഭിച്ച കേരളത്തിൽ നിന്നുമുള്ള നഗരസഭ മട്ടന്നൂരാണ്. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ. ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈൽ ഏതാണ്? ഭാർഗവാസ്ത്രയാണ്. ഭാർഗവാസ്ത്ര. ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈലാണ് ഭാർഗവാസ്ത്ര. ആസിയാൻ കൂട്ടായ്മയിലെ 11ാം അംഗരാജ്യമായിട്ട് മാറിയത്. 11ാം അംഗരാജ്യം ടിമോറാണ്. ആസിയാൻ കൂട്ടായ്മയിലെ 11ാം അംഗരാജ്യം ടിമോർ. സ്പേസ് എക്സ് സ്ഥാപകനായ ഇലോൺ മസ്ക് അവതരിപ്പിച്ച AI എൻസൈക്ലോപീഡിയ ഗ്രോക്ക് പീഡിയ. സ്പേസ് എക്സ് സ്ഥാപകനായ ഇലോൺ മസ്ക് അവതരിപ്പിച്ച AI എൻസൈക്ലോപീഡിയയാണ് ഗ്രോക്ക് പീഡിയ. കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രത്തിന്റെ പേര് മൈത്രി 2. മൈത്രി 2. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലായ യാനം നടന്നത് എവിടെയാണ്? വർക്കലയിലാണ്. ISROയും നാസയും ചേർന്ന് നടപ്പാക്കിയ പങ്കാളിത്ത ഉപഗ്രഹ ദൗത്യമായ നിസാർ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? GSLV F-16 ആണ്. GSLV F-16. സുനിൽ അമൃതിന് ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നേടിക്കൊടുത്ത പുസ്തകം ഏത്? ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസ് നേടിക്കൊടുത്ത പുസ്തകം ദി ബേണിംഗ് എർത്ത് ആൻഡ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ദി ലാസ്റ്റ് 500 years. ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ദി ലാസ്റ്റ് 500 years. ദയാവധം നിയമപരമാക്കിയ ആദ്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഏത്? യുറുഗ്വായ് ആണ്. യുറുഗ്വായ്. അവസാനത്തെ ചോദ്യം, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതുക്കിയ പേര്? പോർട്ട് ബ്ലെയറിന്റെ പുതുക്കിയ പേര് ശ്രീ വിജയപുരം. ശ്രീ വിജയപുരം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.